ഞാനിപ്പം എൻ്റെ അഭിനയ ജീവിതത്തിൽ സിനിമയിൽ ഒരു 33 വർഷമായി, 34 വർഷമായി. അതിന് മുമ്പ് നാടകത്തിലായിരുന്നു. ഞാൻ ഒരുപാട് കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിൽ, സിനിമയിലായിട്ട്. സിനിമയിലെ ഒരുപാട് കഥാപാത്രങ്ങൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ളത് പലരും പറയാറുണ്ട്. അങ്ങനെ ഒരു 3-4 ക്യാരക്ടേഴ്സാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്നത്. അതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്നത് ഈ പിള്ളാച്ചനാണ്. അത് എന്താണ് അങ്ങനെ തോന്നാൻ കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് തന്നെ തോന്നുന്നൊരു പെർഫെക്ഷനുണ്ട്. അത് 100% പെർഫെക്റ്റ് എന്ന് ഞാൻ പറയില്ല. ഇപ്പം ഞാൻ അത് കാണുമ്പോൾ എനിക്ക് പല കുഴപ്പങ്ങളുമുണ്ട്. എങ്കിൽ പോലും അതെല്ലാ കഥാപാത്രവും ഞാൻ ചെയ്തത് ഞാൻ തന്നെ കാണുമ്പോൾ എനിക്ക് കുറച്ച് അതിങ്ങനെ ആകാം എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ എങ്കിൽ പോലും ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു കഥാപാത്രമായി തീർന്നിട്ടുണ്ട്. അത് കൺസീവ് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പറഞ്ഞ നമുക്കൊരു കഥാപാത്രത്തെ നമ്മൾ പറയുന്നു, രഞ്ജിത്തിനെ വിളിച്ച് പറഞ്ഞ് കഥ വായിക്കുക. അപ്പം ഞാൻ വായിച്ചിട്ടുണ്ട്, ഞാനത് ഒന്നും കൂടെ വായിക്കും. അപ്പോൾ വായിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഉടക്കിയ ഒരു കഥാപാത്രമാണ് പിള്ളാച്ചൻ. അതിനകത്ത് കുട്ടിയപ്പനുണ്ട്, മറ്റേ പെൺകുട്ടിയുടെ അച്ഛനുണ്ട്, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സാണ്. പക്ഷെ പിള്ളാച്ചൻ എനിക്കിഷ്ടമായി. എന്തോ എൻ്റെ ഭാഗ്യത അന്നേരമാണ്. പിന്നീട് 2 ആഴ്ച കഴിഞ്ഞ് രഞ്ജിത്ത് വിളിക്കുന്നത്, പിള്ളാച്ചൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഇഷ്ടപ്പെട്ട അങ്ങനൊരു ഒരാളെ കാണുമ്പോൾ ഫസ്റ്റ് സൈറ്റിൽ നമ്മൾ ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞ പോലെ എനിക്ക് ആദ്യ വായനയിൽ തന്നെ എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ്. അത് അഭിനയത്തിനെ പറ്റിയുള്ള എൻ്റെ സങ്കല്പം എന്താണെന്ന് വെച്ചാൽ, ഞാനായിട്ട് അത് ഈഫ് മെത്തേഡുണ്ട്. അതായത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നമ്മുടെ 1-ാം പാഠം എന്ന് പറയുന്ന പോലെ, ഞാനായിട്ട് ഞാനൊരു ഡോക്ടറാണെങ്കിൽ, ഞാനൊരു വക്കീലാണെങ്കിൽ, ഞാനൊരു എഞ്ചിനീയറാണെങ്കിൽ, അങ്ങനെയാണ് പല കഥാപാത്രങ്ങളും നമ്മൾ ചെയ്യുന്നത്. ഇഫ് ഐ ആം ഇൻ ദാറ്റ് പൊസിഷൻ. ഇത് നമ്മളിൽ നിന്ന് വിട്ട് വിജയരാഘവൻ എന്ന് പറയുന്ന എൻ്റെ വ്യക്തിത്വത്തിൽ നിന്ന് ശകലം പോലും ഇല്ലാതെ മറ്റൊന്നായി തീരുന്നതാണ്. അങ്ങനൊരു കഥാപാത്രം ചെയ്യുക എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതായിരിക്കും ഒരു നടൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ കഥാപാത്രമാണ് പിള്ളാച്ചൻ. പിള്ളാച്ചൻ്റെ ഒരു സ്വഭാവം എന്നിലില്ല. പക്ഷേ ആ പിള്ളാച്ചൻ എവിടെയൊക്കെയോ ഈ പറഞ്ഞ നമ്മൾ ജീവിതത്തിൽ കണ്ടു മറന്ന, അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ എവിടെയൊക്കെയോ നമ്മൾ ഈ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളെ മുട്ടി ഉരസിപ്പോയ പല കഥാപാത്രങ്ങളിലെ അംശങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നാണ് പിള്ളാച്ചൻ. അങ്ങനെ കഥാപാത്രം ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ആ കഥാപാത്രം എന്നെ ഏൽപ്പിച്ചപ്പം സംവിധായകനും എഴുത്തുകാരനും അത് കൈയുണ്ടല്ലോ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമാണ്. എന്നോട് ഈ പിള്ളാച്ചൻ എന്ന ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ തോന്നി, ഈ അനാലസൻ ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് സുഖാവുക, ഒരു വലിയ പണിയൊന്നും ചെയ്യാതെ അപ്പോൾ ഒരു അലസ സ്വഭാവമുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയത് ഷേവ് ചെയ്യലുകൾ എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. അതൊക്കെ മടിയാവും, കുറേ 5-6 ദിവസം കൂടുമ്പോൾ ഷേവ് ചെയ്യാം. ഇന്ന് ഞാനത് ചിന്തിക്കുന്ന സമയത്ത് രഞ്ജിത്ത് തന്നെ വിളിക്കുന്നത്, ഇയാളത് കാര്യം ചെയ്താൽ ഷേവ് ചെയ്യണ്ട, ഡൈ അടിക്കണ്ട എന്ന് പറഞ്ഞു. ഡൈ അടിക്കാൻ ഒറിജിനൽ ഹെയർ എന്തായിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഡൈ അടിച്ചിരിക്കുക. അപ്പോൾ അതാണ് രഞ്ജിത്തിൻ്റെ പറഞ്ഞ കാര്യം. അപ്പോൾ ഞാൻ പിന്നീട് ഈ പറഞ്ഞ ഷേവ് ചെയ്യുന്നില്ല. പിന്നീട് അയാളുടെ മാനറിസംസ് മുണ്ട് ഉടുക്കുന്ന, മുണ്ട് ഇങ്ങനെ മടക്കി കുത്തിയിട്ട് പുറത്ത് ഷർട്ട് ഇടുന്നത്. ഇത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തൊരു ഓവർസിയറുണ്ട്. അദ്ദേഹത്തിന് ഞാൻ സ്കൂളിൽ കൊടമാള സ്കൂളിലാണ് പഠിച്ചു, നടന്ന് ആണ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കാണാം. അങ്ങനെയുടെ കുറേ സംഭവമുണ്ട്. ആ ഡ്രസ്സിങ് അതാണ്. പിന്നെ ഈ സ്വാർത്ഥനായി ഇദ്ദേഹം ഇങ്ങനെ ഒരു പണിയും ചെയ്യില്ല. ഭാര്യയ്ക്ക് ജോലിയുണ്ട്, മോളുണ്ട്, വീട്ടിലെ കാര്യം കഴിഞ്ഞു കൂടും. പിന്നെ ഇയാളിങ്ങനെ അങ്ങോട്ട് സുഖമാകുക, കുട്ടിയവൻ്റെ കൂടെ പോവുക, ഫോൺ അടിക്കുക, ഒരു കാര്യം എന്നാൽ പാവാ, ഒരു കുഴപ്പക്കാരനൊന്നുമില്ല. ഈ ഒരു വിധേയനാണ്, ഒരു വിധേയത്വം ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ളതാണ് ഈ സ്വാർത്ഥയുടെ ഭാഗമാണ് ഈ കൈ പുറകോട്ട് ഇങ്ങനെ വീശുന്നത്. ഇങ്ങനെ കൈ പുറകോട്ട് വീശുന്നത്, പിന്നെ ഈ അവർ കൈ പുറകെ കെട്ടുക, അതൊക്കെ ചില പ്രത്യേക നമ്മൾ ചിലരെ കാണുമ്പോൾ പറയും അയാൾ ഇങ്ങനെ സ്വഭാവക്കാരനെന്ന് തോന്നുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അയാളെ ഈ വക ജസ്റ്റേഴ്സാണ്. അത് ഈ പറഞ്ഞ ഞാൻ ഇതിനും കൂടെ ആഡ് ചെയ്തപ്പം എല്ലാം കൂടെ മൊത്തത്തിൽ വന്നപ്പോൾ ഇങ്ങനെ പിള്ളാച്ചനായി തീർന്നു. അതാണ് കാര്യം. 100%. ഇത് ഈ പറഞ്ഞില്ല, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കഥാപാത്രം കൺസീവ്, ഒരാൾ പറഞ്ഞു നമ്മൾ കൺസീവ്, നാടകത്തിലാകുമ്പം നമുക്ക് പ്രേക്ഷകനുണ്ട്. നമ്മൾ അഭിനയിക്കുന്നത് അവൻ്റെ ചലനങ്ങൾ, അല്ലെ
ഇഷ്ടപ്പെടാതെ വരുമ്പം പ്രേക്ഷകൻ കസേരയിലേക്ക് മാറിയിരിക്കും, കസേരയുടെ കുറേ ശബ്ദങ്ങളുണ്ടാകും, അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്കറിയാൻ പറ്റും അത്. സിനിമയിൽ നമ്മളെ ഈ പറഞ്ഞ നമ്മളെ നടനെ കഥാപാത്രത്തിൽ നടനെ കൺവിൻസ് ചെയ്യാനുള്ളത് ഡയറക്ടറാണ്. അയാളുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഇപ്പം രഞ്ജിത്തിനെ സംബന്ധിച്ചത് എനിക്കിപ്പം ഒരു ഫ്രണ്ടെന്നോ അല്ലെങ്കിൽ എൻ്റെ ഡയറക്ടറെന്നോ അങ്ങനെയൊന്നും ഒരു പ്രത്യേകിച്ചൊരു അയാളൊരു വിവക്ഷിച്ച് ഇന്നതാണ് എന്ന് പറയാം. രഞ്ജിത്ത് എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഞാനതിനകത്ത് വരുന്ന ഈ അതിൻ്റെ മാനറിസം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്കങ്ങനെ ഓക്കെ എന്ന് പറയുമ്പോൾ ആ ഒരു ഓക്കെയാണ് നമ്മുടെ വിശ്വാസം. മറ്റേ നമ്മൾ നാടകത്തിൽ ചെയ്യുമ്പോൾ പ്രേക്ഷകനുണ്ട്. എനിക്കതിന് പകരമായിട്ട് ഈ രഞ്ജിത്താണ്. രഞ്ജിത്ത് ഈ മോണിറ്ററിൽ നോക്കിയിരിക്കുന്ന പോലെ എനിക്കിഷ്ടമല്ല. രഞ്ജിത്ത് ക്യാമറ എടുത്തേക്ക് എനിക്കിഷ്ടം. അയാൾ കണ്ടിട്ട് ഓക്കെ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഞാൻ ശീലിച്ചതും അങ്ങനെ. പണ്ടത്തെ സിനിമകളിൽ ഈ മോണിറ്ററില്ല, എല്ലാം ക്യാമറയുടെ തൊട്ടടുത്തുണ്ട്. ഡയറക്ടർ പറയും സ്റ്റാർട്ട് ക്യാമറ കട്ടെന്ന് പറയും. അപ്പം അങ്ങനെ ഒരു ശീലം അതെനിക്ക് ഭയങ്കര എന്നെ സ്വാധീനിക്കുന്ന കാര്യമാണ്. അവൻ ഡയറക്ടർ മുന്നിട്ട് ഓക്കെ എന്ന് പറയുമ്പോൾ ഒരു സമാധാനമാണ് അത്. പിന്നെ ഈ പറഞ്ഞ മാതിരി കഥാപാത്രം എന്ന് പറയുമ്പോൾ നമ്മളതിനകത്ത് അതായിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ സൈക്കിളിൽ ഓടുന്ന പോലെയാണ്. പിന്നെ നമുക്ക് എങ്ങനെ വേണേൽ പോകാം. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ബിജു എന്ന് വെച്ചാൽ ബിജു എന്നല്ല, എനിക്ക് എല്ലാ ആർട്ടിസ്റ്റും അങ്ങനെ കംഫർട്ടബിൾ. അപ്പം ബിജു പ്രത്യേകിച്ച് ഞാൻ എടാ എന്നൊക്കെ വിളിക്കുക. എനിക്ക് അങ്ങനെ വിളിക്കാൻ പറ്റുന്ന ഒരു 1-2 പേരിലുള്ള ആൾ ബിജുവാണ്. എടാ കൂട്ടേടാ എന്നൊക്കെ വിളിക്കാൻ ഇങ്ങനെ എൻ്റെ സ്വന്തം അനിയനെ പോലെ എനിക്ക് സ്നേഹവും, ഞാൻ എന്തൊക്കെ വഴക്ക് പറയാം അവനെ, അങ്ങനെയുള്ളൊരു ബന്ധമുണ്ട് ബിജുവായിട്ട്. അപ്പം പിന്നെ ബിജുവും ചെയ്തിട്ട് ഞാൻ ബിജു കുഴപ്പമുണ്ടോ കറക്റ്റ്. അപ്പോൾ ബിജു ചെയ്തിട്ട് ചേട്ടാ എങ്ങനെയുണ്ട്, ഒന്നുകൂടി ഒരു ഷോട്ട് കൂടെ വേണോ, ചില ഷോട്ട് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരാളാണ് ബിജു. അല്ലാതെ ഇങ്ങനെ ഒരു മാറുന്നൊരു നടൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരിക്കും. പിന്നെ ഈ സിനിമയുടെ മൊത്തം ഷൂട്ടിങ്ങിൽ ആ ഒരു അനുഭവം ഉണ്ടായിരുന്നത്, ഒരു സംവിധായകൻ ഇവിടെ നിൽക്കുന്നൊരു സംവിധായകൻ, നിൽക്കുന്നൊരു എഴുത്തുകാരൻ, കുറേ നടന്മാർ നിൽക്കുന്നു, അങ്ങനെയൊന്നുമില്ല. ഇത് ഞങ്ങൾ കുറേ പേര് കൂടി ചെയ്യുന്ന ഒരു എന്താ ഒരു കൂട്ടായ്മയുടെ സംഭവം എവിടെയുണ്ടായിരുന്നത്. അത് ക്യാമറ 10 ആണെങ്കിൽ ശരി, 10 ഒന്നും സംസാരിക്കുക പോലില്ല, ചെറിയ ശബ്ദം. അപ്പം നമ്മൾ 10 ചേട്ടാ കുഴപ്പമില്ല, നമ്മൾ അടുത്ത് വിളിച്ചാൽ 10 ശബ്ദം കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എല്ലാവരുമായിട്ട്. അവിടെ ഒരു ഞാൻ നീ എന്നൊരു ഭാവം ഇല്ലാതെ ഭയങ്കര കൂട്ടായ്മയുടെ ഒരു വിജയമാണ് സത്യം ഈ ലീല.